നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. ഫ്രൈഡ് ചിക്കന്റെ രുചിയെ മാറ്റിമറിച്ച പോഗോ ഇനി വണ്ടൂരിലും. സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ്. കൈരളിസ് പോഗോ ഗ്രിൽ നിയർ ലുബ്ന തിയേറ്റർ, മഞ്ചേരി റോഡ്, വണ്ടൂർ. വണ്ടൂർ VMC ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ സ്റ്റേഡിയം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവലോകന യോഗം ചേർന്നു. AP അനിൽകുമാർ MLA അധ്യക്ഷതയിലായിരുന്നു യോഗം. സ്റ്റേഡിയം നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിനായി 2 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. ഇതിന്റെ സാങ്കേതികാനുമതി ഉൾപ്പെടെ ലഭ്യമായി പ്രവൃത്തി ആരംഭിക്കാനിരിക്കുകയാണ്. ഇതിനായി സ്കൂളും സ്പോർട്സ് കൌൺസിലും തമ്മിൽ ധാരണാപത്രവും തയ്യാറാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിലെ ചില നിബന്ധനകളും സാങ്കേതിക ബുദ്ധിമുട്ടുകളും ചർച്ച ചെയ്ത് പരിഹരിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ന് അവലോകന യോഗം ചേർന്നത്. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, സ്കൂൾ SMC, PTA ഭാരവാഹികൾ എന്നിവരാണ് യോഗത്തിൽ പങ്കെടുത്തത്. വിഷയം ചർച്ച ചെയ്ത് ധാരണയിലെത്തിയിട്ടുണ്ടെന്നും തിരുവനന്തപുരത്ത് വെച്ച് സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച ചെയ്ത് തുടർ നടപടികൾ സ്വീകരിച്ച് പ്രവൃത്തി ഉടനെ ആരംഭിക്കാനാകുമെന്നും ജില്ലാ പഞ്ചായത്ത് അംഗം KT അജ്മൽ പറഞ്ഞു. വണ്ടൂർ VMC ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അധീനതയിലുള്ള സ്റ്റേഡിയത്തിന് അനുവദിച്ച ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് സ്പോർട്സ് കൌൺസിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അവരുമായി സൈൻ ചെയ്യേണ്ട ഒരു MOയിൽ പറഞ്ഞ ചില മാനദണ്ഡങ്ങൾ, ചില നിബന്ധനകൾ, അത് നമ്മുടെ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഒരുപാട് ആളുകൾ നമ്മളെ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് മറ്റ് കായിക ഇനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു പരിസര പ്രദേശങ്ങളിലുള്ള സ്കൂൾ വിദ്യാർത്ഥികളായാലും നാട്ടുകാരായാലും ഒക്കെ ഉപയോഗിക്കുന്നൊരു സ്റ്റേഡിയമാണ് നമ്മുടെ സ്റ്റേഡിയം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ചില സാങ്കേതിക തടസ്സങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയുള്ള സാങ്കേതിക അനുമതികൾ ഒക്കെ കഴിഞ്ഞതാണ്. ടെൻഡർ ഉൾപ്പെടെ നടപടികൾ കഴിഞ്ഞ് പ്രവൃത്തി ആരംഭിക്കാൻ നിൽക്കുമ്പോഴാണ് ഈ MOU സൈൻ ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ചെറിയ സാങ്കേതിക തടസ്സമുണ്ടായത്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഇന്ന് അതിൻ്റെ കായിക വകുപ്പുമായി ബന്ധപ്പെട്ട അതിലെ ഉദ്യോഗസ്ഥരുമായും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട MLAയുടെയും PTA SMC അംഗങ്ങളുടെയും സ്കൂൾ അധികൃതരുടെയും നേതൃത്വത്തിൽ വളരെ വിപുലമായ ഒരു മീറ്റിംഗ് നമ്മൾ വിളിച്ചു ചേർത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം കായിക മന്ത്രി ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഈ വിഷയം MLA പെടുത്തിയിരുന്നു. അപ്പോൾ ഇവിടെ അതൊരു പ്രാദേശികമായി കൂടിയാലോചിച്ചതിന് ശേഷം തിരുവനന്തപുരത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ സ്പോർട്സ് സെക്രട്ടറിയുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയം പരിഹരിക്കാമെന്നുള്ളത് മന്ത്രിയും അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിവിടെ കൂടി ആ വിഷയം വളരെ നല്ല രീതിയിൽ ഇന്ന് പരിഹരിച്ചു. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ MOയിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ മാറ്റം വരുത്തിക്കൊണ്ട് അത് സൈൻ ചെയ്ത് എത്രയും പെട്ടെന്ന് പ്രവൃത്തി ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമാണ് ഇന്ന് ഐക്യകണ്ഠേന ജനപ്രതിനിധികളും അതുപോലെ തന്നെ PTA SMC സ്കൂൾ അധികൃതരും കൂടി തീരുമാനിച്ചിട്ടുണ്ട്. യോഗത്തിൽ PTA പ്രസിഡന്റ് AK ശിഹാബുദ്ദീൻ, SMC ചെയർമാൻ സിറാജുദ്ദീൻ, നൂറുൽ ഹസൻ, EP ഫിറോസ്, EP മുഹമ്മദ് കുഞ്ഞി, പ്രിൻസിപ്പൽ ET ദീപ, പ്രധാനാധ്യാപിക U നിർമ്മല, കായികാധ്യാപകൻ DT മുജീബ്, ഹൈദരലി പുന്നപ്പാല, E ബിനീഷ്, സ്പോർട്സ് കേരള ഫെഡറേഷൻ ഉദ്യോഗസ്ഥർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, CH ബൈപ്പാസ്, വണ്ടൂർ. വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ.